അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം കൂടെ പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലോട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വീക്കെൻഡ് ആയതുകൊണ്ട് സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കോഴിമുട്ട മാത്രമാണ്. എന്നാൽ പിന്നെ ഒരു മുട്ടപ്രയോഗം അങ്ങ് നടത്തിയാലോ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ഇല്ലേ, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാ മസാലയും കൂട്ടി വെച്ച് ഈ ഒരു മുട്ട പുഴുങ്ങിയതും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ നല്ലോണം കുക്കാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്ത് കഴിക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ കട്ടൻ ചായ ആണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും ആദ്യത്തെ സെറ്റ് ആൾക്കാർ വന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേനും നമ്മുടെ കപ്പിൾസ് എത്തി. അങ്ങനെ ഓൾറെഡി നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെത്തി, കേക്കൊക്കെ കട്ട് ചെയ്തു, അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഓൾറെഡി കപ്പിൾസ് നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിക്ക് ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്തായാലും ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു.